ഇപ്പോൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷനിൽ നിന്നും പ്രതിനിധിയായ ജസ്റ്റിൻ പാലത്ര കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജസ്റ്റിൻ പാലത്ര, ഈ സ്വർണ്ണവില ദിവസേന ഇങ്ങനെ ഉയർന്നു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഈ 1,01,720 രൂപയിലേക്കാണ് സ്വർണത്തിന്റെ വില എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, ഈ 1 ലക്ഷം കടന്നു എങ്കിൽ പോലും വീണ്ടും സ്വർണ്ണവില തിരിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ഈ 1 ലക്ഷത്തിലേക്ക് തന്നെ സ്വർണം കുതിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഈ സ്വർണ്ണവിലയിൽ ഒരു കുറവ് അതുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഇനി കുറയാനുള്ള ഒരു സാധ്യതയുമില്ല. ഇനിയും വളരെ റേറ്റ് കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം ഈ ഇന്റർനാഷണൽ റേറ്റിനെ ബേസ് ചെയ്താണല്ലോ സ്വർണത്തിന്റെ വില നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിർണയിക്കുന്നത്. അപ്പൊ അത് വില കൂടുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ യുദ്ധഭീഷണി. അത് ഒന്നിനൊന്നിന് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതായത് അമേരിക്ക വെനിൻസുല പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും പിടിച്ചുകൊണ്ടു പോവുകയും ആ രാജ്യം പിടിച്ചടക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ ഉള്ള ഒരു രാജ്യമാണ് വെനിൻസുല. അപ്പോൾ അത് ലക്ഷ്യം കണ്ടുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് പിടിക്കാനുള്ള ശ്രമത്തിൽ കൂടെയാണ്. അപ്പൊ അങ്ങനെ ചൈന തായ്ലൻഡിനെ ആക്രമിക്കാനിരിക്കുന്നു. ഇസ്രായേല്, ഇറാൻ, ഹമാസ് യുദ്ധങ്ങള്, ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ തന്നെ ടെൻഷൻ നിലനിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ടെൻഷൻ കുറയാതെ ഒരു കാരണവശാലും സ്വർണ്ണവില ഇനി കുറയാൻ പോകുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 1 ലക്ഷമൊക്കെ പെട്ടെന്നാണ് കഴിഞ്ഞത്. നമുക്കറിയാം, ഈ ഒരു കഴിഞ്ഞ ജനുവരി മാസത്തിലൊക്കെ ഒരു 50,000-ൽ നിന്നിട്ടുള്ള ഒരു സ്വർണ്ണമാണ് പെട്ടെന്ന് അടുത്ത ജനുവരിയിലേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും ഒരു 50,000 രൂപയുടെ കുതിപ്പോളം കാഴ്ചവെക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ജനുവരിയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സ്വർണത്തിന്റെ വില 1.5 ലക്ഷത്തിലേക്കോ അല്ലെങ്കിൽ ഈ 2 ലക്ഷത്തിലേക്കോ കടക്കാനുള്ള ഒരു സാധ്യതയില്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, 24-ൽ 7,000 കടന്ന സ്വർണ്ണവിലയാണ് 25 ഒറ്റ വർഷം കൊണ്ട് അതിന്റെ ഇരട്ടിയുടെ അടുത്ത് വന്നത്. അതായത് 12,770 രൂപ വരെ വന്നു. അപ്പം നമ്മൾ അന്ന് പ്രെഡിക്റ്റ് ചെയ്ത് അനുമാനങ്ങളുടെ അഭിപ്രായത്തിൽ നമുക്ക് പറഞ്ഞത് 14,000 വരെ സ്വർണ്ണവില എത്തുമെന്നാണ്. അതിപ്പം തന്നെ വലിയ താമസമില്ലാതെ 14-ലോട്ട് എത്തും. ഇപ്പം 13-നടുത്ത് തന്നെ ആയല്ലോ. അപ്പോൾ പക്ഷെ അവിടെയും നിൽക്കുന്നില്ല കാര്യങ്ങൾ എന്നുള്ളതാണ് പല അനുമാനങ്ങളും വെച്ച് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. കാരണം എല്ലാ കൺട്രീസും സ്വർണം ഖജനാവിലേക്ക് മേടിച്ചങ്ങ് കൂട്ടുകയാണ്. അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷനും നടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഡിമാൻഡ് കൂടുകയും വില കൂടുകയും ചെയ്യുന്നു. അപ്പം വരും നാളുകളിലും വരും മാസങ്ങളിലും ഇത് വില നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൂടും എന്നുള്ളതാണ് ഒരു അനുമാനം. ജുവലറികളിലേക്കൊക്കെ എത്തുന്ന ആൾക്കാരുടെ എണ്ണത്തിലൊരു വർധനവൊന്നും നിലവിലുണ്ടാകുന്നില്ലല്ലോ. കാരണം നേരത്തെ ഒരു 50 പവനൊക്കെ വാങ്ങിയിരുന്നവർ അത് നേരെ പകുതിയാക്കി ഒരു 25 പവനിലേക്കൊക്കെ കുറച്ചിട്ടില്ലേ? ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇത് സ്വർണ്ണ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ലാഭമാണോ അതോ നഷ്ടമാണോ ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും ഇതൊരു കച്ചവടത്തിന് വളരെ ദോഷകരമാണ്. കാരണം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കച്ചവടങ്ങൾ ഇത് നടക്കില്ല. കാര്യം ജനങ്ങളൊക്കെ ഇപ്പം 1 ലക്ഷം ആകുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മളൊരു ഞെട്ടലോടുകൂടി ഇരിക്കുകയായിരുന്നു. ആ ഞെട്ടലൊക്കെ ഇപ്പൊ മാറി. 1 ലക്ഷവും കടന്ന് 1,04,000 രൂപ വരെ വന്നു. അതിങ്ങനെ ഇടയ്ക്കൊരു കുറച്ച് കുറയുന്നു, കൂടുന്നു. ഇന്ന് തന്നെ എടുത്തു നോക്കിയേ, രാവിലെ 65 രൂപ കൂടി, ഉച്ച കഴിഞ്ഞ് 2 മണിയായപ്പോ പിന്നെ ഒരു 55 കൂടി. അപ്പൊ ഒരു പവന് 960 രൂപ, 1000 രൂപ ഒറ്റ ദിവസം കൊണ്ട് കൂടിയിരിക്കുകയാണ്. ഇതൊരു ഒരിക്കലും ഇങ്ങനൊരു പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടില്ല. വല്ലോ 10, 15, 20, 30 അതിന്റെ ചേഞ്ചുകൾ വരുന്നുള്ളതല്ലാതെ ഈ പറയുന്ന വൻ തോതിലുള്ള ഒരു ചാടിക്കയറ്റം സ്വർണ്ണവിലയിൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ സ്വർണ്ണ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ നെഗറ്റീവായ ഒരു രീതിയാണിത്. കാരണം നാളെ കച്ചവടങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വരെ സാധ്യതയില്ലാത്ത രീതിയിൽ പല കടകളും കൂട്ടാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും വിളിച്ചു ചോദിക്കുന്നു, എങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ കടകളുടെ ഇനി നിർത്തിപ്പോകുന്ന ഒരവസ്ഥയും ഉണ്ടാവും.
ശരി, വളരെയധികം നന്ദി ശ്രീ ജസ്റ്റിൻ പാലത്ര ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.